ഹാങ് ഓവർ നിലനിർത്തുന്നവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അവരെ ഡി അഡിക്ഷന് വിധേയമാക്കും. അല്ല, എന്തെങ്കിലും അങ്ങനെ ഹാങ് ഓവർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അതിനൊന്നും അങ്ങനെ ഹാങ് ഓവർ എന്നും നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ഹാങ് ഓവർ നിലനിർത്തുന്നവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അവരെ ഡി അഡിക്ഷന് വിധേയമാക്കും. ഞാൻ പറഞ്ഞല്ലോ, അതായത് പോലീസിങ്ങിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ വളരെ ശേഷിയുള്ള ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിക്കും ആ ഒരു തലത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലുമൊക്കെ മുൻകാല ഹാങ് ഓവർ ഉണ്ടെങ്കിൽ ഹാങ് ഓവർ സ്വയം മാറിയാൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരെ അത്തരത്തിലുള്ള ഹാങ് ഓവർ മുക്തമായ ആകാൻ ആവശ്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അതുണ്ടാവും സ്വാഭാവികമായി. ഞാൻ കണ്ടില്ല, എന്തായിരുന്നേ? ഞാൻ കേട്ടില്ല. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെ കൃത്യമായ സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള നടപടികൾ വ്യക്തമല്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നടപടികൾ കൃത്യമായ സമയത്തുണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് അവരുടെ നേരെ അത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട്. അതായിരിക്കണം ഹരിത പറഞ്ഞത്. അതിനൊക്കെ യുക്തമായ രീതിയിൽ നടപടികളുണ്ടാവും. ഞങ്ങളെല്ലാം KSU യൂത്ത് കോൺഗ്രസിലൂടെ വന്നവരല്ലേ.